സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു ഷവർമ്മ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പറയും ബാക്കി ഏട്ടൻ പറയും എങ്ങോട്ടാ പോകുന്നത്, എവിടെയാ പോകുന്നത്, എന്താണ് ഷവർമ്മയുടെ പ്രത്യേകത എന്ന് പറയാൻ ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് എന്താ പ്രത്യേകത എന്നൊക്കെ പറയാം. പിന്നെ പുതുതായിട്ട് ചാനൽ കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളം ഓപ്ഷൻ തന്നെ കൊടുക്കുക. അപ്പോഴേ ഞാനിരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പളക്കാടേക്ക് പോവുകയാണ്. കമ്പളക്കാട് ഷവർമ്മേൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷവർമ്മ വാങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് അവിടുന്ന് 3 ഷവർമ്മ കിട്ടും. അതാണ് ആ ഷവർമ്മേൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് തന്നെയാണ് പറഞ്ഞത് ഇങ്ങനൊരു ഷോപ്പ് പോയി നോക്കണം. നമ്മൾ അത് ലക്ഷ്യമാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പോയി നോക്കാം. അതിന്റെ ക്വാണ്ടിറ്റി അതൊക്കെ അവിടെ ചെന്നിട്ട് നമ്മൾ പറയട്ടെ. കാരണം 30 രൂപയ്ക്ക് നമുക്ക് എന്താ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുണ്ട്. നമ്മൾ അവിടെ പോയി കഴിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിനി അവിടെ പിടിക്കാം. നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. അവിടെ ലഭിച്ചോട്ടെ കമ്പളക്കാട്. ഇത് കെൽട്രോൺ വളവാ. കെൽട്രോൺ വളവല്ലേ? എനിക്കറിയില്ല ഇത് വളവാ. കെൽട്രോൺ വളവ് കമ്പളക്കാട് ടൗൺ എത്തുന്നതിന്റെ തൊട്ട് മുന്നിലുള്ള വളവില്ല. അവിടെയാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇനി ഇറങ്ങല്ലേ? പോയി നോക്കാം. അത് ആ കാണുന്ന ഷോപ്പാണ്. ചളിയെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ ചളി ഈ തടാകം ചാടി കിടക്കണം ആദ്യം. റോഡ് ക്രോസ് ചെയ്ത് ഞാനും ഏട്ടൻ നേരെ വിട്ടുട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. പക്ഷെ ഷവർമ്മ മാത്രമായിരുന്നു മനസ്സിലായത്. അതുകൊണ്ട് മഴയൊന്നും വിഷയമാക്കിയില്ല കേട്ടോ. ഏകദേശം എത്തിയിരിക്കുന്നു സ്പോട്ട്. എന്താ പറഞ്ഞ പിച്ചട്ടെ? കാപ്പി പറഞ്ഞില്ലപ്പാ. നമ്മൾ കാപ്പി പറഞ്ഞു. പിന്നെ 2 ഷവർമ്മ മക്കൾക്ക് വാങ്ങും. പാർസൽ ഇട്ടാ നമ്മൾ കഴിച്ചിട്ട് നോക്കാം. ആദ്യം വെച്ചേക്കല്ല സൗണ്ട് കാപ്പി കാപ്പി ഷവർമ്മ നമുക്ക് ഷവർമ്മ കഴിച്ച് നോക്കാം. ഷവർമ്മ ചെറിയ രീതിയിലൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴക്കാലം കൂടെ അല്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ ലേറ്റായി എത്തും. ഇവിടെ ഒരു വൈകുന്നേരം ഒരു 4 മണി 5 മണി ടൈമിലൊക്കെയാണ് ഷവർമ്മ നല്ല ചൂടോട് കൂടിയിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഞാൻ കണ്ട സോസെല്ലാം അതിലൊഴിച്ച് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചില്ലി സോസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഒഴിച്ച ചില്ലി സോസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് ടൊമാറ്റോ സോസാണെന്ന്. അപ്പോൾ ചെറുതായിട്ടൊന്ന് എരിഞ്ഞ് പിന്നെ കുഴപ്പമില്ല, എന്താ പറയുക, ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് കഴിച്ചിട്ടോ. സംഭവം കൊള്ളായിരുന്നു. ഫില്ലിങ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലോണം ആസ്വദിച്ചിരുന്ന് കഴിച്ചു. ഷവർമ്മ മാത്രമല്ല കേട്ടോ, കുറേ എണ്ണക്കടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറപ്പുറമൊക്കെ ആയിട്ട് ചേട്ടന്മാരൊക്കെ ഇരുന്ന് ചായയും കടികളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഏട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടന് ഞാൻ ഷൂട്ട് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതൊന്നും ഓർമ്മയില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആൾ ഫോണിലായിരുന്നേ. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതെങ്ങനെയുണ്ടെന്ന് ഒന്നും എക്സ്പ്രഷൻ പോലും ഇട്ടിട്ടില്ല കേട്ടോ. ഫുൾ ഫോണിലായിരുന്നു. മഴയും തണുപ്പും നമ്മളെ ബാധിച്ച് തുടങ്ങി ഗൈസ്. അപ്പോൾ കാപ്പി കുടിക്കണമെന്നൊന്നും ആദ്യം വിചാരിച്ചില്ല കേട്ടോ. പിന്നെ തണുപ്പുകാരനെ 2 കാപ്പി അങ്ങ് പറഞ്ഞേ. അങ്ങനെ ഞാനും ഏട്ടനും ഷവർമ്മയും കാപ്പിയെല്ലാം കുടിച്ച് ഇറങ്ങാനൊരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വെറും കൈയോടെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഗൈസ്. കാരണം അവിടെ കുട്ടിപ്പട്ടാളംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു 10 ഷവർമ്മ പാഴ്സലും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാഴ്സൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ പാഴ്സൽ പാക്ക് ചെയ്യുന്ന ഏട്ടൻ നമ്മളുടെ ഒരു സുഹൃത്തും കൂടെയാണ് കേട്ടോ. ഏട്ടൻ്റെ സുഹൃത്താണ്. അപ്പോൾ ആ ചേട്ടൻ തന്നെയാണ് ഇവിടെ കടയെല്ലാം സെറ്റാക്കി കൊണ്ടു നടക്കുന്നത് കേട്ടോ. ചേട്ടൻ്റെ കടയാണ്. അപ്പോൾ ഒരു 10 എന്താ പറയുക ഷവർമ്മയും കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മളെ അപ്പനും കുഞ്ഞുനും സിദ്ധുവും പാറും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ വാങ്ങി ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് വിടാൻ വേണ്ടി
വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എണ്ണക്കടികളായിട്ടെല്ലാം ഉണ്ട് കേട്ടോ. സമൂസ, പഴംപൊരി, പിന്നെ എന്താ മുളക് ബജ്ജി, അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. പഴംപൊരി, പിന്നെ എന്താണ് പക്കോട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചില്ലുംകുടിയിൽ ഓരോ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ട്രൈ ചെയ്തില്ല, നമ്മൾ ഈ ഷവർമ്മ തിന്നാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അതെന്തായാലും നല്ലോണം കഴിച്ച് നല്ല അടിപൊളി സംഭവമായിരുന്നു. അങ്ങനെ പാഴ്സലുമായിട്ട് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് വിടാൻ വേണ്ടി പോവാണ്. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഏട്ടനെ കവറും തന്നു. അടുത്ത മഴയ്ക്ക് മുന്നേ നമുക്ക് വേഗം കാർ കയറാം. അപ്പം നമ്മൾ ഷവർമ്മ എല്ലാം കഴിച്ചിറങ്ങിട്ടോ. നല്ല അടിപൊളി ഷവർമ്മ ആയിരുന്നു, ഒരു രക്ഷയില്ല. ഞങ്ങൾ രണ്ടാളും ഷവർമ്മയും പിന്നെ എന്താ കഴിച്ചാൽ ഷവർമ്മ കേട്ടോ. ഷവർമ്മ അല്ല, അത് മിനി ഷവർമ്മയാണ്. നമ്മൾ ഷവർമ്മേന്റെ ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, പക്ഷെ മിനി ഷവർമ്മ എന്നാണ് ആ ഒരു ക്വാണ്ടിറ്റി ഇല്ല. അതായത് 30 രൂപയ്ക്ക് നമുക്കൊരു ഷവർമ്മ എത്ര കിട്ടും, ആ ഒരു ക്വാണ്ടിറ്റി തന്നെ. പക്ഷെ അതിൽ ഫില്ലിംഗ് ഒക്കെ നമുക്ക് അത്യാവശ്യം കഴിക്കാനൊക്കെ നല്ല ഫില്ലിംഗ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നമല്ല, ഇതൊരു പിന്നെ 4 മണി 5 മണി സമയമൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കത് ചൂടോടെ കഴിക്കാൻ പറ്റും. ഈ സമയം നമ്മൾ പോയപ്പോ ലേറ്റായി, 7 മണി കഴിഞ്ഞില്ലേ. തണുപ്പും മഴയും കൂടെ ആയതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞങ്ങൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഓരോ കാപ്പി പറഞ്ഞു. ഞങ്ങളൊരു ചൂട് കാപ്പിയും ഷവർമയും കൂടി ആക്കിയപ്പോ സംഗതി മേക്കപ്പ് ആയി പോയി. പക്ഷെ നിങ്ങൾ പോകുന്നവര് കുറച്ച് നേരത്തെ പോവാൻ ചൂടോടെ ടൈമിലും കഴിക്കുമ്പോൾ കുറച്ചുകൂടി ജ്യൂസി ആയിരിക്കും. ഉള്ളിലൊക്കെ സംഭവങ്ങളൊക്കെ തണുക്കാതെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ടേസ്റ്റി ആയിരിക്കും. എന്നാലും ഓക്കെയാണ്, ഞങ്ങൾ അടിപൊളി, ഞങ്ങൾ നല്ലോണം കഴിച്ചു. പിന്നെ മക്കൾക്ക് പാർസൽ ഭയങ്കര 10 ഷവർമ ഞങ്ങൾ പാർസൽ വാങ്ങി. പുണ്യാണെങ്കിലും ഭയങ്കര ഷവർമ പ്രിയൻ. ഞങ്ങൾ ഷവർമയ്ക്ക് വേണ്ടി രാത്രി വരെ കൊണ്ടുപോയിട്ടുണ്ട് വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഒരു 10 അങ്ങനെ നല്ല അടിപൊളിയാണ്. എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെടും. പിന്നെന്താ, ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട്, ഇനി പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി നേരെ വീട്ടിലോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ്. പോകുന്ന വഴിക്ക് മല്ലിപ്പൊടി വാങ്ങണേ മറക്കരുത്. മല്ലിപ്പൊടി ഇല്ല ഗൈസ്. പിന്നെന്താ, വേറെന്താ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യാ. പിന്നെ റൂട്ട് നമ്മളെ കമ്പളക്കാട് റൂട്ടിലാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത്. റൂട്ട് കൽപ്പറ്റ മാനന്തവാടി റൂട്ടില് കമ്പളക്കാട് ടൗൺ എത്തുന്നതിനോട് ചേർന്ന് ഉള്ള വളവിലാണ് ഈ ഷോപ്പ് ഉള്ളത്. KM ബജിക്കട എന്നാണ് പേര്. അവിടെ വേറൊരു ഐറ്റം കൂടി ഉണ്ട്, മുളക് ബജി. പക്ഷെ അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കഴിച്ചിറങ്ങാൻ നേരത്താണ് പുള്ളി പറഞ്ഞത്. അപ്പം നമ്മൾ ആ റൂട്ടിൽ പോകുമ്പോൾ നമ്മളത് കവർ ചെയ്യും. പിന്നെ എല്ലാതരം എണ്ണക്കടികളും ഉണ്ട്. പിന്നെ അത് നമ്മൾ എന്നും കഴിക്കുന്നല്ലേ, അതുകൊണ്ട് പിന്നെ നമ്മൾ അതൊന്നും വാങ്ങിയില്ല. എണ്ണക്കടികൾ പിന്നെ നമ്മൾ കഴിക്കുന്നതായതുകൊണ്ട് നമ്മൾ അതിൽ വലിയ മെനക്കെട്ടില്ല. ഷവർമ്മ കുറെ ആയി വിചാരിക്കും ഞങ്ങൾ പോണം കേട്ടോ. അപ്പൊ എന്നാണ് ഇപ്പൊ പറ്റിയത്. അങ്ങനെ പോയി, എന്തായാലും നല്ല അടിപൊളി വൈബിൽ പോയി വന്നു ഞങ്ങള്. വീഡിയോ വിശേഷത്തിലുള്ള സ്റ്റോപ്പ് ചെയ്യാല്ലേ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇതുപോലെ അടിപൊളി ഒരു ഷവർമ്മ കിട്ടുന്ന സ്ഥലമുണ്ട്, അത് ഇവിടെയല്ല, കണ്ണൂർ. ചൂട്ടാട് ബീച്ചിലേക്ക് പോകുമ്പോ ചൂട്ടാട് എത്തുന്നതിനോടടുത്ത സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. അത് ബീഫ്, അവിടെ ബീഫിന്റെ ചിക്കന്റെ ഒക്കെ ഷവർമ്മ കിട്ടും. അതൊരു 1.5 ഷവർമ്മയാണ്. ആ സാധനം തപ്പി നമുക്ക് ഒരു ദിവസം പോണം കേട്ടോ. അടിപൊളി. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ഷവർമ്മ കഴിച്ചിട്ടില്ല. അതിപ്പോഴും ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്താ എത്ര കൊല്ലായി? ഒരു 5 കൊല്ലം 6 കൊല്ലം ആയിട്ടുണ്ടാവും. അപ്പണിക്ക് 7 വയസ്സായില്ലേ. പക്ഷെ അതിപ്പോഴും ആ ഓർമ്മ ഉണ്ട്. ആ ഷോപ്പ് ഓർമ്മ ഉണ്ട്. സ്ഥലം എവിടെയാന്ന് കറക്റ്റ് ഓർമ്മ കിട്ടില്ല. പക്ഷെ ചൂട്ടാട് ബീച്ചിനോട് ആ ഭാഗത്ത് നിന്ന് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. ആ ഷോപ്പ് എല്ലാതരം ഷവർമ്മയുണ്ട്. അപ്പൊ ഏട്ടൻ പോയിട്ട് ഒരെണ്ണേ വാങ്ങിയുള്ളൂ അല്ലേ. നമ്മളത് ഇതിന്റെ ടേസ്റ്റ് ഒന്നും അറിയില്ലല്ലോ. വാങ്ങി നോക്കുക എന്താ ഏതാന്നൊന്നും അറിയില്ലല്ലോ. അങ്ങ് വാങ്ങിയപ്പോ പിന്നെ അടിയായി. അത് തീർന്നും പോയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചൂട്ടാട് ബീച്ച് ഒന്ന് ക്ലോസ് ചെയ്തിട്ടായിരുന്നു വന്ന്. കൊറോണ ടൈമില്ല, അങ്ങനെ തിരിച്ചു പോരുകയും ചെയ്ത്. പിന്നെ ആ റൂട്ടിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോഴേക്കും ഞങ്ങൾ ട്രാൻസ്ഫർ ആയിട്ട് വയനാട്ടിലേക്ക് എത്തി. എന്നാലും ആ ഒരു ടേസ്റ്റ് ആവുന്ന ഇപ്പോഴും പോയിട്ടില്ല. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു ഷവർമ്മ. നല്ല എന്താ പറയുന്നത്, വായിൽ വെള്ളം. ഇനി ഒരു പോക്ക് കണ്ണൂർ പോവാണെങ്കിൽ എല്ലാം ട്രൈ ചെയ്ത് നോക്കിട്ട്. അവിടെ ചിക്കനും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവിടുത്തെ ചിക്കനും ബീഫ് ആയിരുന്നു ഒരു വെറൈറ്റിക്ക് വാങ്ങിയതായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. അതിന്റെ വില എത്രയാ, റേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. റേറ്റ് ഒന്നും ഓർമ്മയില്ല. സാധാ നോർമൽ റേറ്റ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നല്ല കഴിക്കാനുണ്ടായിരുന്നു. നല്ല കഴിക്കാൻ, നല്ല ഫീലിംഗ് ആയിട്ട് നല്ല അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളിനി കണ്ണൂർ പോകുമ്പോൾ അവിടുന്ന് കഴിക്കണം. അതേപോലെ കണ്ണൂരിലുള്ള ആരെങ്കിലും ഒക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പോട്ട് അറിയുകയാണെങ്കിൽ മെൻഷൻ ചെയ്യുക സ്ഥലവും. ചൂട്ടാട് ബീച്ച് എത്തുന്നതിന് കുറച്ച് മുമ്പിലായിട്ടാണ് ആ ഷോപ്പ് ഉള്ളത്. ഒരു ടൗണിൽ തന്നെയാണ്. പേര് മാത്രം ഓർമ്മ കിട്ടത്തില്ല. അല്ല അത് കുഴപ്പമില്ല, അത് അടുത്ത പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ എന്തായാലും നമ്മൾ കണ്ണൂർ എന്തായാലും ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോകണം. കാരണം പറശ്ശിനിക്കടവ് പോയിട്ട് കുറേ ആയിട്ടോ. കാരണം ഞങ്ങൾ കണ്ണൂരുള്ള സമയം ഞങ്ങള് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ ആദ്യം പോകുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ പറശ്ശിനിക്കടവ. ചുമ്മാതെങ്കിലും വെറുതെ ഞങ്ങൾ പോയി അവിടെ അങ്ങനെ കറങ്ങി വരികയായിരുന്നു കേട്ടോ. കുറേ ആയി ഇപ്പോൾ പോയിട്ട്. അപ്പം നമുക്ക് അപ്പുണ്ണിന്റെ ലീവൊക്കെ ഇനി സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ലീവൊക്കെ അനുസരിച്ച് നമുക്ക് അടുത്ത ടൂറ് അല്ല ട്രിപ്പ് സെറ്റ് ചെയ്തോ. പറശ്ശിനിക്കടവും ചൂട്ടാട് ഷവർമ്മ ഷോപ്പ്.
അപ്പൊ അങ്ങോട്ടേക്ക് പോകണം. സ്കൂൾ നോക്കിയിട്ട് അതൊക്കെ തന്നെയാണ് ഇപ്പൊ ഷവർമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ ഓടി വന്നു കേട്ടോ. ഇതെന്താ ചെന്നില്ലല്ലോ. ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാതെ എല്ലാ കൂട്ടർക്കും പറയട്ടെ. അങ്ങനെ ഞങ്ങൾ ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഓടി വന്ന് കവറും വാങ്ങിയിട്ട് പാറു ഓടുന്നുണ്ട് കേട്ടോ. അങ്ങനെ സിദ്ധുവിന് അതൊന്നും വലിയ വിഷയമല്ല. അവന് വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവന് വണ്ടിയിലൊക്കെയാണ് കമ്പ വണ്ടി ധരിക്കുന്നതും എടുക്കുന്നതൊക്കെ കാണാനാണ് അവന് ഇഷ്ടം. കുഞ്ഞു അപ്പോൾ മാറി മാറി ചോദിച്ചുകൊണ്ടിരുന്നു, അമ്മ എവിടെ പോയതാ, അച്ഛൻ എവിടെ പോയതാ, കാറിൽ എവിടെ പോയതാണ്, മഴയത്ത് എവിടെ പോയതാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ഷവർമ്മ എടുത്തിട്ട് അമ്മ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ്. മൂത്തമ്മയ്ക്ക് ആദ്യം ഷവർമ്മ കൊടുത്തപ്പോൾ മൂത്തമ്മ ഒരു ഹായ് ഒക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കണം. എല്ലാവരും തുള്ളലോ. അപ്പുനാണ് ഭയങ്കര തുള്ളൽ. ഞാൻ പറഞ്ഞല്ലോ, അപ്പു ഭയങ്കര ഒരു ഷവർമ്മ പ്രേമിയാണ് കേട്ടോ. ഭയങ്കര ഭ്രാന്താണ്, അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുഞ്ഞുവിന് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. കുഞ്ഞുവിന്, പാറുവിന്, ശരണ്യച്ചിക്ക്, വോൾഗേച്ചിക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്നൊക്കെ അവരിനി ഓരോരുത്തരായിട്ട് പറയും. അപ്പോൾ കിട്ടിയിട്ട് മാറി പോകുന്നുണ്ട് കേട്ടോ. സിദ്ധു പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. എന്താ അറിയില്ല, അവൻ പറഞ്ഞു അവൻ കഴിച്ചില്ല കേട്ടോ, അവൻ വേണ്ടാന്ന് പറഞ്ഞു. ആണോ? എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും ഷവർമ്മ ഓരോ മൂലയിൽ പോയിരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു ആണെങ്കിൽ ഈ കവർ അവന് സ്വന്തമായിട്ട് പൊളിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ പൊളിച്ച് അവൻ കയ്യിലെടുത്തിട്ടുണ്ട്. അവനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ എല്ലാ കൂട്ടർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.